ഹലോ ഗൈസ്, വെൽക്കം ടു ജി ജേവേഴ്സ്. ദിസ് ഇസ് മീ ജി ജെ. ഇന്ന് നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ, അതായത് 2024 ഇറങ്ങിയിട്ടുള്ള ടോപ്പ് 10 മൂവീസ്, അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിലുള്ള ടോപ്പ് 10 മൂവീസ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ ടോപ്പ് 10 10ാം സ്ഥാനത്തായിട്ട്, അതായത് ഒരുപാട് സിനിമകൾ ഇറങ്ങിയ വർഷമാണ്, അതിൽ 10ാം സ്ഥാനമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത സിനിമയാണ് മാർക്കോ. 2024 ഡിസംബറിലാണ് മാർക്കോ റിലീസായിട്ടുള്ളത്. ക്രിസ്മസ് റിലീസായിട്ട് വന്ന പടം വളരെയധികം കളക്ഷൻ നേടിയിട്ട് ഇപ്പോഴും കളക്ഷൻ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ നടന്റെ റീച്ച് ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി ദുൽഖർ സൽമാനെ പാൻ ഇന്ത്യൻ റീച്ച് എത്തിക്കാനായിട്ട് കിങ് ഓഫ് കുത്തയിലൂടെ ഉദ്ദേശിച്ച സാധനം, ആ ഒരു സെയിം സാധനമാണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദന് കിട്ടിയിരിക്കുന്നത്. കിടിലമായിട്ട് ആ വയലൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമ ആസ് എ ഹോൾ എനിക്ക് ഭയങ്കര ഒരു സംഭവമാണെന്നൊന്നും പറയാനില്ല, പക്ഷേ അതിനകത്തുള്ള വയലൻസ് പോർഷൻസും ഫൈറ്റ്സും കിടിലമായിട്ട് അവർ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹനീഫ് അദീനിയുടെ ഡയറക്ഷനിലാണ് വന്നിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഹനീഫ് അദീനിയുടെ റൈറ്റിംഗ് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എസ്പെഷ്യലി ഇതിന്റെ ഡയലോഗ്സ് ഒക്കെ എന്ത് പറഞ്ഞാലും വിക്ടറാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഒരു സാധനങ്ങൾ, ഡയലോഗ്സ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ആ വയലൻസ് എന്ന് പറഞ്ഞ സാധനം, പിന്നെ കബീർ എന്ന് പറഞ്ഞ വില്ലൻ ക്യാരക്ടർ ചെയ്തേക്കുന്ന ആള്, ഷമ്മി തിലകന്റെ മകനായിട്ട് വന്നിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാ ആക്ടേഴ്സും നല്ല രീതിയിൽ, ജഗദീഷൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ജഗദീഷിനൊക്കെ ഇപ്പോൾ ഒത്തിരി ഹേറ്റ് വരുന്നുണ്ട്. എനിക്കറിയില്ല, ആ ഒരു സീനിയർ ആക്ടർ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആകെപ്പാടെ ഒരു വാക്കിംഗ് സ്റ്റൈലിലുള്ള പ്രോബ്ലം ഒഴിച്ചു ചേർത്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. എനിവേസ്, മാർക്കോയാണ് 10ാം സ്ഥാനത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്ത സിനിമ. ഉണ്ണി മുകുന്ദൻ ലൈക്ക് ഒരു പുതിയൊരു സൂപ്പർ സ്റ്റാർ ആയിട്ട്, അദ്ദേഹം ഇത്രയും നാളായിട്ട് മലയാള സിനിമയിൽ ഉണ്ടെങ്കിലും ഇനി അദ്ദേഹത്തിന് നേരത്തെ ഉള്ളതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു റീച്ചും മാർക്കറ്റും ഒക്കെ ഈ ഒരു സിനിമയോടുകൂടി ഉണ്ടാവും. സോ മാർക്കോയാണ് കഴിഞ്ഞ കൊല്ലമുള്ള ഒരുപാട് സിനിമകളിൽ 10ാം സ്ഥാനത്തായിട്ട് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് നേരെ 9ാം സ്ഥാനത്തിലേക്ക് വരാം. 9ാം സ്ഥാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു സിനിമയാണ് ARM, അജയന്റെ രണ്ടാം മോഷണം. മലയാള സിനിമയ്ക്ക് ഒരുപാട് റീച്ച് എത്തിച്ചു തന്നൊരു സിനിമയായിരുന്നു അജയന്റെ രണ്ടാം മോഷണം. ടൊവിനോ തോമസ് നായകനായിട്ട് ജിതിൻ ഡയറക്ട് ചെയ്ത് വന്നൊരു പടമാണ് അജയന്റെ രണ്ടാം മോഷണം. സോ ARM എന്ന് പോപ്പുലർലി അറിയപ്പെടുന്ന ഈ ഒരു 3D ചിത്രം, ഇത് ആക്ച്വലി 2D ഷൂട്ട് ചെയ്ത് 3D കൺവേർട്ട് ചെയ്തതാണ്. കഥ വൈസ് എനിക്ക് ഭയങ്കര ഇൻവോൾവ്മെന്റ് ഒന്നും തോന്നിയില്ലെങ്കിലും ആ ഒരു ജേർണലിനോട് 100% അത് നീതി പുലർത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്കതിൽ പേഴ്സണലി മണി എന്ന് പറഞ്ഞ ക്യാരക്ടർ, കേളു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് ടൊവിനോ നന്നായിട്ട്, ഒരുപാട് ഫിസിക്കലി ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോളാണ്. അതൊക്കെ വളരെ നന്നായിട്ട്, വളരെ മികച്ച രീതിയിൽ തന്നെ ടൊവിനോ അത് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 2024 ഇറങ്ങിയ സിനിമകൾ മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു 9ാം സ്ഥാനത്ത് പ്ലേസ് ചെയ്യാനായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. കാരണം എനിക്ക് സ്റ്റോറി വൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എസ്പെഷ്യലി ആ ലവ് സ്റ്റോറി സാധനങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന സെയിം സംഭവം തന്നെയാണ്. പക്ഷേ ആ ഒരു ടൊവിനോയുടെ ഒരു ഹാർഡ് വർക്കും, അത് വന്നിരിക്കുന്ന ഔട്ട്പുട്ട്, എസ്പെഷ്യലി ആ ചിയോദിക്കാവിലെ വിളക്ക് കട്ടെടുക്കാൻ വരുന്നതും ആ ഒരു പോർഷനൊക്കെ നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. പിന്നെ ആളുകളുടെ ഇടയിലുണ്ടായ ഒരു പോപ്പുലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്ക് വളരെയധികം ഒരു റീച്ച്, 100 കോടിയൊക്കെ കടന്നിങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ മാർക്കോയും 100 കോടി കടന്നിട്ടുണ്ട്. ഇപ്പോൾ ARM 100 കോടിയൊക്കെ കടന്നതാണ്. സോ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം 2024 വളരെ നല്ലൊരു വർഷമായിരുന്നു. ARM ആണ് എനിക്ക് 9ാം സ്ഥാനത്തായിട്ട് പ്ലേസ് ചെയ്യാൻ തോന്നിയത്. അതിനകത്തൊരു പുതിയൊരു ആക്ട്രസിനെ, അതായത് മലയാളത്തിലേക്ക് പുതിയതായിട്ട് അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഡാൻസ് ആണെങ്കിലും മറ്റേ മെയിൻ സോങ് ഉണ്ടല്ലോ, സോ ആ സോങ് ഒക്കെ വളരെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ മണി എന്ന് പറഞ്ഞ ക്യാരക്ടർ, എനിക്കത് ഐ കനോട്ട് ട്രേസ് ഇറ്റ് ഇനഫ്. വളരെ നന്നായിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അത് കയറി വരുന്ന രീതിയിൽ സുരഭി എന്ന് പറഞ്ഞ ആക്ട്രസ് ആ ക്യാരക്ടറിന്റെ പേരായിട്ട് ചെയ്ത് പറ്റും. എല്ലാം വണ്ടർഫുള്ളി ആ ഒരു സിനിമയുടെ ആ ഒരു പോർഷൻസ് ഒക്കെ മേക്ക് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് പേഴ്സണലി 9ാം സ്ഥാനമായിട്ട് കൊടുക്കാൻ തോന്നിയ സിനിമ അജയന്റെ രണ്ടാം മോഷണമാണ്. 8ാം സ്ഥാനമായിട്ട് കൊടുക്കാൻ തോന്നിയ സിനിമ, പക്ഷെ അതൊരു അൺപോപ്പുലർ ഒപ്പീനിയൻ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഈ സിനിമ അതിന് മേലെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുക. പക്ഷെ എനിക്ക് പേഴ്സണലി 8ാം സ്ഥാനമായിട്ട് കൊടുക്കാൻ തോന്നിയ സിനിമ പ്രേമലു ആണ്. പ്രേമലു ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഒരു സിനിമയാണ്. എനിക്കങ്ങനെ ഭയങ്കരമായിട്ടൊരു ഇൻവോൾവ് ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമയല്ല. കുറേയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുറേയൊക്കെ എനിക്കൊന്നും മനസ്സിലായില്ല. ഈ റീനുവും ആ നസ്ലിൻ ചെയ്ത ക്യാരക്ടർ തമ്മിൽ എന്തുകൊണ്ട് പ്രണയത്തിലാവുന്നു എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ചോദ്യചിഹ്നം ഉണ്ടെങ്കിലും ആസ് എ ഹോൾ ഈ മൂവി മൊത്തത്തിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് ഒരു ത്രൂ ഔട്ട് ഒരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ അത് വളരെയധികം നീതി പുലർത്തിയിട്ടുണ്ട്. അതിൽ ആദിയുടെ ക്യാരക്ടറൊക്കെ സൂപ്പറായിരുന്നു. JK ജസ്റ്റ് കിഡിങ്. സോ ആ സാധനമൊക്കെ, എസ്പെഷ്യലി രാജമൗലി വരെ അത് കണ്ട് പുകഴ്ത്തിയ ഒരു സിനിമയാണ് പ്രേമലു. ആൻഡ് ഒരു റോം കോം ആ ഒരു ജേർണലിൽ വരുന്ന ഒരുപാട് ചിരിപ്പിച്ച നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു പ്രേമലു. ആ ക്ലൈമാക്സ് പോർഷനിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഒരു ലോജിക്കലി ഒരു മിസ്സുണ്ട് എന്നുള്ളത് അതൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സഹോൾ ആ ഒരു സിനിമ വളരെയധികം ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്റർടൈൻ ചെയ്യിപ്പിച്ചൊരു സിനിമയാണ്. സോ പ്രേമലു ആണ് എനിക്ക് 8th പൊസിഷനിൽ പ്ലേസ് ചെയ്യാനായിട്ട് തോന്നിയിട്ടുള്ളത്. പ്രേമലു അത്യാവശ്യം പാൻ ഇന്ത്യൻ എന്ന് തന്നെ പറയാം, പാൻ ഇന്ത്യൻ റീച്ച് ഉണ്ടാക്കിയെടുത്തൊരു സിനിമയാണ്. പല നാട്ടിലെ ആൾക്കാരൊക്കെ അതൊക്കെ കണ്ട് അതിന്റെ സോങ്സ് ഒക്കെ ഭയങ്കരമായിട്ട് പോപ്പുലർ ആയ ഒരു സിനിമയാണ്. സോ എനിവേസ് അതാണ് പ്രേമലു.
സോ അടുത്തതായിട്ട് നമുക്ക് 7ാം സ്ഥാനത്തേക്ക് വരുന്നത്. ഇതും അൺപോപ്പുലർ ഒപ്പീനിയനാണ്. ഒരുപാട് ആളുകൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനെ പറയാൻ പറ്റുള്ളൂ. എനിക്ക് പേഴ്സണലി 7ാം സ്ഥാനത്ത് പ്ലേസ് ചെയ്യാൻ തോന്നിയ സിനിമ മലൈക്കോട്ടെ വാലിബനാണ്. അതെ, നമ്മുടെ ലാലേട്ടനും ബ്രിജോയും കൈകോർത്ത് ഒന്നിച്ച് വന്നൊരു സിനിമയായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആർട്ടിസ്റ്റിക് വാല്യൂ ഉണ്ട്. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ഭംഗിയായിട്ട് ആ ഒരു ഫ്രെയിംസും മറ്റു കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു പെയിന്റിങ് പോലെ, അല്ലെങ്കിൽ ഒരു അമർ ചിത്രകഥ വായിച്ചു പോകുന്ന പോലെ വളരെ വളരെ ഭംഗിയുള്ള ഫ്രെയിംസ് ഒക്കെ കണ്ട് വളരെ മനോഹരമായിട്ട് മോഹൻലാൽ ആ ഒരു മല്ലന്റെ ക്യാരക്ടർ, ആ മലൈക്കോട്ടെ വാലിബനായിട്ട് ആ ഒരു ക്യാരക്ടർ വളരെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ആ ബോഡി ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഒരു സിനിമയായിരുന്നു. പക്ഷേ അത് റോങ്ലി മാർക്കറ്റഡ് ആയിരുന്നു. പൊടിപാറുന്ന മാസം, തിയേറ്റർ കുരുങ്ങും എന്നൊക്കെ പറഞ്ഞ് കുറേ തള്ളി വെച്ചത് കാരണമാണ്. പിന്നെ ഫാൻ ഷോ, ഇത്തരം ഒരു സിനിമയ്ക്ക് ഫാൻ ഷോ ഒന്നും ആവശ്യമില്ല. ഇതൊരു ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ള ഒരു ആർട്ട് ടൈപ്പ് പടമാണെന്നുള്ളത് ആദ്യമേ മാർക്കറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് അതിനുശേഷം മാത്രം കൊണ്ടുവരേണ്ടിയിരുന്നൊരു സിനിമയാണ്. വളരെ രസകരമായിട്ടുള്ളൊരു സിനിമയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. തിയേറ്ററിൽ പോയി കാണുമ്പോൾ തന്നെ എനിക്ക് ലൈക്ക് വളരെയധികം എന്താ പറയുക, ഇൻവോൾവ് ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമയാണ്. മോഹൻലാൽ ആ ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്ന രീതിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ എല്ലാം എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. നല്ലൊരു സിനിമയായിട്ട് ഫീൽ ചെയ്തിരുന്നു. പലപ്പോഴും മഹാഭാരതത്തിൻ്റെ റെഫറൻസസും കാര്യങ്ങളൊക്കെ ആ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. സോ ആസ് എ ഹോൾ മലൈക്കോട്ടെ വാലിബൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. സോ അതിനെ 7ാം സ്ഥാനത്തായിട്ട് പ്ലേസ് ചെയ്യുന്നു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഇത് സ്ട്രിക്ട്ലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ അത് നിങ്ങളെ ഇപ്പോൾ ആരെങ്കിലും അത് ഒഫൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഫൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല. അത് പേഴ്സണലായിട്ടൊരു ഒപ്പീനിയൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ടോപ്പ് 10 ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, സോ അടുത്തായിട്ട് നമ്മൾ 6th പൊസിഷനിലേക്കാണ് പോകുന്നത്. 6ാം സ്ഥാനം. 6ാം സ്ഥാനത്തായിട്ട് ഞാൻ പ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന സിനിമ സൂക്ഷ്മദർശിനിയാണ്. സൂക്ഷ്മദർശിനി വളരെ റീസെൻ്റായിട്ട് വന്നൊരു സിനിമയാണ്. നമ്മുടെ നസ്രിയും ബേസിൽ ജോസഫും ഒന്നിച്ച് അഭിനയിച്ച വളരെയധികം എൻഗേജിങ് ആയിട്ട് പോകുന്ന, വളരെയധികം കാലിക പ്രസക്തിയുള്ളൊരു വിഷയം ചർച്ച ചെയ്യുന്നൊരു സിനിമയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ സിനിമ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ട്വിസ്റ്റ്, എസ്പെഷ്യലി നിയറിംഗ് ടുവേർഡ്സ് ക്ലൈമാക്സ്, ആ ഒരു മെയിൻ സാധനം റിവീൽ ആവുന്ന ഏരിയ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഈ മറ്റേ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞ് മറ്റേ നമ്മുടെ എന്തായിരുന്നു ആ സിനിമയുടെ പേര്, പൂ സിനിമ ഉണ്ടായിരുന്നല്ലോ, ബൊഗെയിൻ വില്ലയിലൂടെയൊക്കെ അവർ കാണിക്കാൻ ഉദ്ദേശിച്ച സാധനം ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് നസ്രിയെ വെച്ചിട്ട് അവർ, നസ്രിയെ മാത്രമല്ല അതിനോടൊപ്പം ബാക്കി ആക്ട്രസസ് കുറച്ച് പേരുണ്ട്, അവരെയൊക്കെ വെച്ചിട്ട് അവർ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ആ വീട്ടിൽ കയറിയ അത് സാധനം കണ്ടുപിടിക്കുന്നത് സിദ്ധാർത്ഥ് ഭരതൻ. പിന്നെ പോസിറ്റീവ്സ് മാത്രമേ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനായിട്ടുള്ളൂ. ബേസിൽ ജോസഫ് നന്നായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹദ് ആ ക്യാരക്ടർ ചെയ്തിരുന്നെങ്കിൽ ഇനിയും ഇമ്പാക്റ്റും ഇനിയും റീച്ച് ആ സിനിമ ഉണ്ടാക്കിയത്. സോ എനിവേസ്, കഴിഞ്ഞ കൊല്ലത്തിൽ എനിക്ക് ഇറങ്ങിയതിൽ 6ാം സ്ഥാനത്തായിട്ട് ഫീൽ ചെയ്ത സിനിമ സൂക്ഷ്മദർശിനിയാണ്. സോ ആ സിനിമ നിങ്ങൾ ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കുക. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ രസകരമായിട്ടുള്ളൊരു ത്രില്ലിംഗ് മൂഡിൽ വരുന്നൊരു സിനിമയാണ്. ഫാമിലി ബേസ്ഡ് ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു ത്രില്ലർ ജേണലിലോട്ട് കടന്നു പോകുന്നൊരു സിനിമയാണ്. നല്ലൊരു സിനിമയാണ്. സോ എനിവേസ്, 6ാം സ്ഥാനം കഴിഞ്ഞു. നമുക്കിനി 5ാം സ്ഥാനമാണ്. പിന്നെയും ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ വരികയാണ്. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അൺപോപ്പുലർ ഒപ്പീനിയൻ. അത് 5ാം സ്ഥാനത്തായിട്ട് ഞാൻ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമ ഗുരുവായൂർ അമ്പലനടയിലാണ്. എനിക്കറിയാം നിങ്ങൾ പലരും ഇപ്പോൾ ഈ സിനിമയോ ചളിയല്ലേ. എനിക്ക് പക്ഷേ അത് ചളിയായിട്ടല്ല തോന്നി. ഞാൻ ഫസ്റ്റ് ഷോ കണ്ടൊരു സിനിമയാണ്. ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ വെറുതെ പോയി കണ്ടൊരു സിനിമയാണ്. പക്ഷെ എന്നെ വളരെയധികം എൻ്റർടൈൻ ചെയ്യിച്ച് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു സെക്കൻഡ് പോലും പുറത്തെ കാര്യങ്ങളോ വിഷമങ്ങളോ ഒന്നും ചിന്തിക്കേണ്ട ആസ്വദിച്ചിരുന്ന് ചിരിക്കാൻ സാധിച്ചൊരു സിനിമയാണ്. ഞാൻ തിയേറ്ററിന് ശേഷം OTT വന്നപ്പോഴും TV വന്നപ്പോഴും ഒക്കെ കണ്ടതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു എൻ്റർടൈൻമെൻറ്റ്, അവർ ആ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്ന പർപ്പസ് അത് സെർവ് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിന് വേണ്ടി റൈറ്റ് ചെയ്ത പോലെ കുറച്ച് ഓവറായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു അതിൻ്റെ അകത്ത്. ആനന്ദൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, പിന്നെ ബേസിൽ ജോസഫ് ചെയ്ത ക്യാരക്ടർ, മറ്റേ നമ്മുടെ അനശ്വര ചെയ്ത ക്യാരക്ടർ, ജഗദീഷിൻ്റെ മറ്റേ ഡാൻസ് ഒക്കെ ഓർമ്മ ഉണ്ടായിരിക്കും. സോ എനിവേസ്, എനിക്ക് ആ സിനിമ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടത്, വളരെയധികം കണക്ട് ആവുകയും ചിരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തൊരു സിനിമയാണ്. സോ ഇത്രയധികം എൻ്റർടൈൻ ചെയ്യിപ്പിച്ചൊരു, ഇത്രയധികം ചിരിപ്പിച്ച ഒരു സിനിമ 2024 ഇറങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ കോമ്പറ്റീഷൻ ചളിയായിട്ടായിരിക്കാൻ തോന്നി, പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്തത്. സോ ഞാൻ 5ാം സ്ഥാനത്തായിട്ട് പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമ ഗുരുവായൂർ അമ്പലനടയിലാണ്. ഇനി 4ാം സ്ഥാനത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഈ സിനിമ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടതാണ്. ചിലപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മേളിൽ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിരിക്കും. പക്ഷേ ഞാൻ 4ാം സ്ഥാനത്താണ് പ്ലേസ് ചെയ്യുന്നത്. 4ാം സ്ഥാനത്തായിട്ട് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മയുഗമാണ്. ബ്രഹ്മയുഗം മമ്മൂട്ടിയുടെ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ക്യാരക്ടർ നമ്മളെല്ലാവരും കണ്ട ഒരു സിനിമയാണ്. വളരെ ബ്രേവ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, എസ്പെഷ്യലി ഹൊറർ, ആ ഒരു ഡിംലി ലിറ്റ് ആയിട്ടുള്ള സാധനം എങ്ങനെ എല്ലാവരിലേക്കും എത്തും, അല്ലെങ്കിൽ ആൾക്കാർ കാണുമോ, യൂത്ത് കാണുമോ, എല്ലാവർക്കും ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഡയറക്ടറിന് ഒരു തരത്തിലുള്ള ഡൗട്ടും ഉണ്ടായില്ല. പുള്ളി റിലീസ് ചെയ്തു ആൻഡ് ഇറ്റ് വാസ് ബിഗ് ഹിറ്റ്. മമ്മൂട്ടി വളരെയധികം നന്നായിട്ട്
ആ ഒരു നമ്പൂതിരിയുടെ ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അർജുൻ അശോകൻ്റെ നല്ല രീതിയിലുള്ള ആക്ടിംഗ് ഉണ്ടായിരുന്നു. ബേസിക്കലി മറ്റേ വിധേയനിലെ മമ്മൂട്ടിയും ഗോപകുമാറും പോലെ ഇതിനകത്ത് മമ്മൂട്ടിയും അർജുൻ അശോകനും ആയിരുന്നു. വളരെയധികം നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഐതിഹ്യമാലയിലെ ആ ഒരു കുടമൻ പോറ്റി എന്നുള്ള ആ ഒരു കഥ അതിനെ ഇൻസ്പയർ ചെയ്ത് വന്നിട്ടുള്ളൊരു സിനിമയാണ്. അതിനെ വളരെ നന്നായിട്ട് തന്നെ അവർ അത് എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് അതിൻ്റെ ആ ഒരു ത്രില്ലർ സംഭവങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഹൊറർ എന്നുള്ള ഒരു ജേണർ എടുത്ത് നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി നമ്മൾ ആ ഒരു ഇതേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലൊരു മമ്മൂട്ടിയെ നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ആക്ടിങ് ലെവൽ അങ്ങ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതെനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. സോ ഭ്രമയുഗമാണ് നമ്മൾ 4ാം സ്ഥാനത്തായിട്ട് പ്ലേസ് ചെയ്യുന്നത്. സോ കമ്മിങ് ടുവേർഡ്സ് ദ തേർഡ് പൊസിഷനിൽ എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിവേസ് എന്തായാലും 3ാം സ്ഥാനത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്ത സിനിമ മഞ്ഞുമൽ ബോയ്സ് ആണ്. മഞ്ഞുമൽ ബോയ്സ് നമ്മുടെ സൗബിൻ, ശ്രീനാഥ് ബാസി എല്ലാവരും ചേർന്ന് വന്നിട്ടുള്ള വളരെ വളരെ എൻഗേജിങ് ആയിട്ട് പോയ നമ്മുടെ സുഷിൻ ശ്യാം അദ്ദേഹം ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാള സിനിമയുടെ സീൻ മാറ്റും. അങ്ങനെ ലിറ്ററലി മലയാള സിനിമയുടെ സീൻ മാറ്റിയ ഒരു സിനിമയായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് മനസ്സമാധാനമായിട്ട് ഈ ഒരു സിനിമയ്ക്ക് ശേഷം മനസ്സമാധാനമായിട്ട് നമുക്ക് ഗുണക്കേവി പോകാൻ പറ്റില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സുഭാഷ എന്ന് വിളിക്കാത്ത ആരുമില്ല. തമിഴ്നാട്ടുകാരുൾപ്പെടെ ഉള്ളവർ എല്ലാവരും വളരെയധികം കണ്ട് ആസ്വദിച്ച് ഒരു പാൻ ഇന്ത്യൻ ഹിറ്റായിട്ട് വളർന്നൊരു സിനിമയായിരുന്നു നമ്മുടെ മഞ്ഞുമൽ ബോയ്സ്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇത്രയും ഒരു വലിയൊരു സിനിമയായിരിക്കും എന്നുള്ളത്. അത് ഭയങ്കര കിടിലായിട്ടുള്ളൊരു സിനിമയായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. എനിക്ക് പേഴ്സണലി കഴിഞ്ഞ കൊല്ലം കണ്ടതിൽ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന കുറേ ഓർമ്മകളുള്ളൊരു സിനിമയാണ്. ആകെപ്പാട് എനിക്ക് ആ ക്ലൈമാക്സ് പോർഷനിൽ ഇദ്ദേഹം കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാവരും പോയി കണ്ണി തൊട്ട് വയ്ക്കുന്ന ആ ഒരു സാധനം മാത്രം എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം നമ്മുടെ ലാൽ ജൂനിയറിൻ്റെയൊക്കെ ഒരു വെറൈറ്റി റോള് തന്നെ കാണാൻ പറ്റിയൊരു സിനിമയായിരുന്നു. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. സോ അതുകൊണ്ട് നമുക്ക് മഞ്ഞുമൽ ബോയ്സ് നമുക്ക് തേർഡ് പൊസിഷനിലേക്ക് വെക്കാം. നോ കമ്മിങ് ഓൺ ടു ദ സെക്കൻഡ് പൊസിഷൻ. 2ാം സ്ഥാനമായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത് കിഷ്കിന്ദ കാണ്ഡമാണ്. യെസ്, ഓഫ് കോഴ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഓഫ് 2024. നമുക്ക് കിട്ടിയ നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു അഭിമാനമായിട്ടുള്ളൊരു സിനിമയാണ്. നമുക്ക് ലോകത്തിന് മുന്നിൽ തുറന്നു വയ്ക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് കിഷ്കിന്ദ കാണ്ഡം. വളരെ വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ആസിഫ് അലി, പന്ന ബാലമുരളി, വിജയരാഘവൻ, ഇത്രയും പേരൊക്കെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള വളരെ കുറച്ച് ആക്ടേഴ്സിനെ വെച്ച്, ജഗദീഷിനൊക്കെ ചെറിയ റോളാണ്, പക്ഷെ ഇത്രയും പേര് വെച്ചിട്ട് ആ ഒരു സാധനം വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ഒരു എസ്പെഷ്യലി വിജയരാഘവൻ ചെയ്ത ക്യാരക്ടർ, ആസിഫ് അലി ക്ലൈമാക്സിനോട് ത്രൂവേർഡ്സ് ആ ഒരു കരച്ചിൽ സംഭവങ്ങൾ കിട്ടിലുമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. OTT എത്തിയിട്ടും ഒരുപാട് പേര് അതിനെങ്ങനെ കീറി മുറിക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ വൈ, ബട്ട് സ്റ്റിൽ എനിക്ക് ഈ സിനിമ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. എൻ്റെ ഒപ്പം കണ്ട ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് എല്ലാവർക്കും പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. അപ്പുപിള്ള എന്നുള്ള ക്യാരക്ടർ വർഷങ്ങളോളം നമ്മുടെ മനസ്സിൽ വിജയരാഘവൻ ചെയ്ത് വെച്ചിരിക്കുന്ന റോളുകൾ ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് ഒരിക്കലും നമുക്ക് മിസ് ചെയ്യാതെ നമുക്ക് പറയാൻ പറ്റും അപ്പുപിള്ള എന്ന് പറഞ്ഞ ക്യാരക്ടറാണെന്ന്. സോ എനിവേസ് വളരെ നല്ലൊരു സിനിമയായിരുന്നു ആ ഒരു കിഷ്കിന്ദ കാണ്ഡം. സോ അതിനാണ് സെക്കൻഡ് പൊസിഷൻ. ഇനി നമ്മൾ 1ാം സ്ഥാനമാണ് കൊടുക്കുന്നത്. 1ാം സ്ഥാനം ഞാൻ സ്ട്രിക്ട്ലി എൻ്റെ എന്താ പറയുക എനിക്ക് ആ സിനിമ അത് റിസർവ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു 100% 1ാം സ്ഥാനം റിസർവ് ചെയ്യുന്നു, 100% ഉറപ്പുണ്ട്. സോ എനിവേസ് ഞാൻ പറയുകയാണ്, 1ാം സ്ഥാനമായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ആടുജീവിതം, ദ ഗോഡ് ലൈഫാണ്. പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആക്ടർ തൻ്റെ കരിയറിലെ ഏറ്റവും അധികം കഷ്ടപ്പെട്ട് ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചൊരു സിനിമയായിരുന്നു ആടുജീവിതം. അദ്ദേഹത്തിന് ഇപ്പം തന്നെ ഒരു അവാർഡായി കഴിഞ്ഞു. ഇനിയും ഒരുപാട് അവാർഡ്സ് അത് നേടിക്കൊടുക്കട്ടെ. കാരണം ബ്ലസ്സി എന്ന് പറഞ്ഞ ഡയറക്ടർ അദ്ദേഹത്തിന് അവാർഡായി കഴിഞ്ഞു, അദ്ദേഹത്തിന് ഇനി ഒരുപാട് അവാർഡ്സ് കിട്ടട്ടെ. 2 പേരുടെയും വർഷങ്ങളായിട്ടുള്ള എഫേർട്ടാണ്. പൃഥ്വിരാജൊക്കെ അവിടെ പോയി സ്റ്റക്കായി ജോർഡാനിൽ കിടന്ന് കഷ്ടപ്പെട്ട് എന്തുമാത്രം ബോഡി ട്രാൻസ്ഫോമും കാര്യങ്ങളും ചെയ്തു, പിന്നെയും മെലിയേണ്ടി വന്നു. ഭയങ്കര ഒന്നും പറയാനില്ല ഈ സിനിമയെ കുറിച്ച്. ഇതിൽ ഒരു മനുഷ്യൻ ശരിക്കും ജീവിച്ച് തീർത്ത ഒരു ജീവിതത്തിൻ്റെ ഒരു ഏടാണ് ഈ സിനിമയായിട്ട് വന്നിരിക്കുന്നത്. സോ അത് ഓരോ പ്രേക്ഷകനും സിനിമ കണ്ടുകൊണ്ടിരുന്ന ഓരോ പ്രേക്ഷകൻ്റെ ഉള്ളിലേക്കും ദാഹം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വെള്ളം കുടിക്കാനുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കിയ ആടുജീവിതം എന്ന് പറഞ്ഞ ടൈറ്റിലിനോട് 100% നീതി പുലർത്തിയ ഒരു സിനിമയായിരുന്നു. നോവൽ പോലെയാണോ സിനിമ എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. പക്ഷെ നോവലായിട്ട് നമുക്കിതൊരു സിനിമയാണ്, നോവൽ ബേസ് ചെയ്ത് വന്നൊരു സിനിമയാണ്. പക്ഷേ ഇതൊരു സിനിമയാണ്. ഹാരി പോട്ടർ എന്ന് പറഞ്ഞ സിനിമ നോവൽ ബേസ് ചെയ്ത് വന്നപ്പോൾ ഇതുപോലെയായിരുന്നു ആളുകളുടെ റിയാക്ഷൻ. അതുപോലെ സോ അതങ്ങനെ മാറ്റി നിർത്തിയ നോവലാണ്, സിനിമയാണ്, സിനിമയായിട്ട് തന്നെ കാണുന്നത്. സോ നോവലിലെ എല്ലാ സാധനങ്ങളും ഒന്നും സിനിമയിലില്ല. പക്ഷേ ആസ് എ മൂവി 2024 ഇറങ്ങിയ ഏറ്റവും നന്നായിട്ട് പ്രേക്ഷകൻ്റെ മനസ്സുമായിട്ട് കണക്റ്റായത്, ആളുകൾക്ക് എല്ലാവർക്കും എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഉണ്ടായതുമായിട്ടുള്ളൊരു സിനിമയായിരുന്നു. സോ 2024 ഏറ്റവും മികച്ച ചിത്രമായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന പടം ആടുജീവിതമാണ്. പൃഥ്വിരാജിനും ബ്ലസ്സിക്കും എല്ലാവർക്കും ഒരു കൈയടി. കഴിഞ്ഞുള്ള മലയാള സിനിമയിൽ ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. അതിന്നും ഞാൻ ചൂസ് ചെയ്ത 10 സിനിമകളാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റഭിപ്രായങ്ങളായിരിക്കാം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പ് 10 വേണമെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു സാധനം തെറ്റാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ചൊരു ചർച്ചകൾ വേണമെങ്കിൽ ഇൻ ഫ്യൂച്ചർ ആവാം. എനിവേസ്
ഇതാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന ലിസ്റ്റ്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. GJ Bus എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എനിവേസ് 2025 എല്ലാവർക്കും ഒരു അടിപൊളി വർഷമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ കാണാം. അതൊരു കിഡ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.